എയർ ഇന്ത്യ എക്സ്പ്രസ് ബാഗേജ് അലവൻസ് വർദ്ധിപ്പിച്ചു. മിഡിൽ ഈസ്റ്റിലേക്കും സിംഗപ്പൂരിലേക്കുമുള്ള അന്താരാഷ്ട്ര വിമാനങ്ങളിലെ സൗജന്യ ചെക്ക് ഇൻ ബാഗേജ് അലവൻസിലാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വർധന വരുത്തിയത്. യാത്രക്കാർക്ക് ഇനി മുതൽ 30 കിലോ ചെക്ക് ഇൻ ബാഗേജും 7 കിലോ ക്യാബിൻ ബാഗേജും കൊണ്ടുപോകാമെന്നാണ് എയർലൈൻ വൃത്തങ്ങൾ അറിയിച്ചത്. കൊച്ചുകുട്ടികളുമായി യാത്ര ചെയ്യുന്ന രക്ഷിതാക്കൾക്ക് മൊത്തം 47 കിലോഗ്രാം വരെ ലഗേജ് അലവൻസും അനുവദിക്കുന്നതാണ്. ഇതുകൂടാതെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ബിസിനസ് ക്ലാസ്സായ എക്സ്പ്രസ് ബിസിലെ യാത്രക്കാർക്ക് 40 കിലോഗ്രാം ചെക്ക് ഇൻ ബാഗേജ് അലവൻസും അനുവദിക്കും. ഇതുവരെ ഇത് 30 കിലോഗ്രാം ആയിരുന്നു. മോശം കാലാവസ്ഥ എമിറേറ്റ്സ് അമേരിക്കയിലേക്കുള്ള വിമാനം റദ്ദാക്കി. ടെക്സസിലെ ഊസ്റ്റണിലേക്ക് ദുബൈയിൽ നിന്നും പുറപ്പെടേണ്ടതും തിരിച്ചു വരേണ്ടതുമായ വിമാനങ്ങളാണ് റദ്ദാക്കിയത്. യാത്രക്കാർക്കുണ്ടായ അസൗകര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായി എയർലൈൻ വൃത്തങ്ങൾ അറിയിച്ചു. കനത്ത മൂടൽമഞ്ഞ് വീഴ്ചയെ തുടർന്ന് ഇന്നലെയും ഇന്നുമായി പുറപ്പെടേണ്ട 1700 ഫ്ലൈറ്റുകളാണ് ഇവിടെ റദ്ദാക്കിയിട്ടുള്ളത്. ഖത്തർ എയർവേസിന്റെ സർവീസും റദ്ദാക്കിയവയിൽ ഉൾപ്പെടും. അബുദാബി ലോകത്തിലെ ആദ്യത്തെ AI നേറ്റീവ് സർക്കാരാകും. 2027ഓടെ അബുദാബിയുടെ സർക്കാർ പ്രവർത്തനങ്ങൾ മുഴുവനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിയന്ത്രിക്കുവാനാണ് തീരുമാനം. ഇതോടെ സർക്കാർ ഓഫീസുകൾ പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സാങ്കേതികവിദ്യയിലായിരിക്കും പ്രവർത്തിക്കുന്നതെന്ന് അബുദാബി ഗവൺമെന്റ് വൃത്തങ്ങൾ അറിയിച്ചു. അബുദാബി ഗവൺമെന്റ് ഡിജിറ്റൽ സ്ട്രാറ്റജി 2025-27 ഇതിനായി 1300 കോടി ദിർഹം അനുവദിച്ചതായും അധികൃതർ അറിയിച്ചു. UAEയിലെ വിദ്യാലയങ്ങളിൽ മധ്യകാല അവധി ഫെബ്രുവരി 2ാം വാരത്തിൽ ആരംഭിക്കും. പല വിദ്യാലയങ്ങൾക്കും ഫെബ്രുവരി 10 തിങ്കൾ മുതൽ 14 വെള്ളി വരെ ഒരാഴ്ച അവധിയാണുള്ളത്. ശനി ഞായർ വാരാന്ത്യ അവധികൾ ഉൾപ്പെടെ 9 ദിവസത്തെ അവധിയാണ് ലഭിക്കുന്നത്. അതേസമയം ചില വിദ്യാലയങ്ങൾ ഫെബ്രുവരി 12 ബുധനാഴ്ച മുതൽ ഫെബ്രുവരി 14 വെള്ളിയാഴ്ച വരെ 3 ദിവസത്തെ അവധി അനുവദിക്കുന്നതുമുണ്ട്. ഏതാനും ചില വിദ്യാലയങ്ങൾ മാത്രം ഫെബ്രുവരി 13 വ്യാഴാഴ്ചയും ഫെബ്രുവരി 14 വെള്ളിയാഴ്ചയും 2 ദിവസത്തെ അവധി മാത്രം നൽകുന്നുണ്ട്. അവധി കഴിഞ്ഞ് എല്ലാ വിദ്യാലയങ്ങളും തുറന്ന് പ്രവർത്തിക്കുന്നത് ഫെബ്രുവരി 17 തിങ്കളാഴ്ച തന്നെയാണ്. ഇതോടെ വിദ്യാലയങ്ങൾ പരീക്ഷാ ചൂടിലേക്കും നീങ്ങും. റംദാൻ ഈ വർഷം മാർച്ച് 1 ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ. ചില വിദ്യാലയങ്ങൾക്ക് റംദാനിൽ ആദ്യത്തെ 3 ആഴ്ച വരെ അവധി ലഭിക്കുന്നുണ്ട്. റംദാൻ കാലത്ത് പ്രവൃത്തി സമയം 5 മണിക്കൂറായി കുറയുന്നതിനാൽ അതിനൊത്ത് സിലബസ് ക്രമീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് അബുദാബിയിൽ സുവർണാവസരം. അബുദാബി ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് നോളജ് ആണ് ഇതിനുള്ള അവസരം ഒരുക്കുന്നത്. ബിരുദധാരികളായ പ്രവാസികൾക്കും ഇതിനായി അപേക്ഷിക്കാവുന്നതാണ്. 1 വർഷത്തെ അംഗീകൃത ബിരുദാനന്തര ബിരുദ ഡിപ്ലോമ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതോടെ അധ്യാപകരായി നിയമനം ലഭിക്കുന്നതിനുള്ള അവസരമാണ് ഒരുങ്ങുന്നത്. ഇതിനായി apply@adec.ai എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. UAEയിൽ ഇത്തരത്തിലുള്ള ആദ്യ സംരംഭമാണ് ഇത്. കുവൈത്തിൽ പട്ടാപ്പകൽ തോക്കുമായി എത്തിയ 2 അംഗ സംഘം മണി എക്സ്ചേഞ്ച് കൊള്ളയടിച്ചു. കുവൈത്തിലെ അൽ അഹമ്മദി ഗവർണറേറ്റിലെ മണി എക്സ്ചേഞ്ച് ആണ് തോക്കുമായി എത്തിയ സംഘം ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി കൊള്ളയടിച്ചത്. കൗണ്ടറിലുണ്ടായിരുന്ന 10,000 കുവൈറ്റി ദിനാറാണ് ഇവർ കവർന്നെടുത്തതെന്ന് പോലീസ് അറിയിച്ചു. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എമിറേറ്റ്സ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഏറ്റവും മികച്ച വെബ് സീരീസിനുള്ള ബഹുമതി ബബിൾഗം ദുബായ് ടീമിന്. എമിറേറ്റ്സ് ഏവിയേഷൻ കോളേജിൽ നടന്ന ചടങ്ങിൽ ബബിൾഗം ദുബൈയുടെ അമരക്കാരനും തിരക്കഥാകൃത്തും സംവിധായകനുമായ പോൾസൺ പാവറട്ടി പുരസ്കാരം ഏറ്റുവാങ്ങി. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ദുബൈയിലും ഷാർജയിലുമായി 30ലധികം എപ്പിസോഡുകൾ തുടർച്ചയായി ചിത്രീകരിക്കുകയും അവ പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്ത ഏക വെബ് സീരീസാണ് ബബിൾഗം ദുബായ്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാനുമായി ഫെബ്രുവരി 23 ഏറ്റുമുട്ടും. ദുബൈയിലാണ് മത്സരം നടക്കുന്നത്. പല വെബ്സൈറ്റുകളും ഇതിന്റെ ടിക്കറ്റിനായി രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായി ടിക്കറ്റ് എവിടെ ലഭിക്കുമെന്നോ ടിക്കറ്റ് നിരക്കോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. പാകിസ്ഥാനിലാണ് ടൂർണമെന്റ് നടക്കുന്നതെങ്കിലും ഇന്ത്യ പാകിസ്ഥാനിലേക്ക് തങ്ങളുടെ ടീമിനെ അയക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് മത്സരം ദുബൈയിലേക്ക് മാറ്റിയത്.